ഷഹീദ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതികദേഹങ്ങൾ എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? മോത്തി, രാവിലെ 8:30 പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. അമ്മുക്കുട്ടി, രാജൻ, ലീല ഈ 3 പേരാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇവരുടെ മൃതദേഹമുണ്ട്. അതിന് നേരത്തെ തന്നെ അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗം തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഒരു 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന 30ഓളം പേർ, അതായത് 29 പേർ ഇന്നലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഭൂരിഭാഗം പേരും ഇന്നലെ രാത്രി പുലർച്ചയോടുകൂടിയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 12 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ പരിക്ക് അല്പം സാരമുള്ളതാണ്. അതായത് കാലിന് പൊട്ട്, എല്ലിന് പൊട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിലെ പൂജാരി, ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അവർ സാഹസികമായി ആനയുടെ പുറത്തു നിന്നും താഴേക്ക് വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ പൂജാരി പ്രദീപ് നമ്പൂതിരി. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അങ്ങനെ 12 പേരാണ് കോഴിക്കോടുള്ളത്. 2 പേർ കോഴിക്കോട് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അങ്ങനെ 14 പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും പരിക്കത്തല്ലാത്തതിനാൽ പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ വളരെ കുറവ്, ഇപ്പോൾ ചികിത്സയുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ വിദഗ്ധ പരിശോധനയും ചികിത്സയും ഒക്കെ തുടരുകയാണ്. മറ്റുള്ളവരുടെ പരിക്കൊന്നും അത്തരം സാരമുള്ളതല്ല എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് മുമ്പായി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ശരി, ഷഹീദ. രാഹുൽ കവി ഇപ്പോഴും വിവരങ്ങളുമായി അവിടെ നിന്നും കൊയിലാണ്ടി ക്ഷേത്ര പരിസരത്തു നിന്നും തുടരുന്നുണ്ട്. രാഹുൽ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നതിന്റെ കാരണം വ്യക്തമല്ല എന്നതാണ്. ഇതിനു മുൻപ് പണ്ട് എപ്പോഴോ ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണങ്ങളും അപകടങ്ങളും സംഭവിച്ചത്. ആന നേരിട്ട് ആരെയും ഉപദ്രവിച്ചതായി മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല, അല്ലേ രാഹുൽ? നിലവിൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ദൃക്സാക്ഷികളൊക്കെ പറയുന്നതും അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടത്തിലാണ് കൃത്യമായി വീണ് കിടക്കുന്ന ആളുകളെ ആന ചവിട്ടിയിട്ടുണ്ടോ, പരിക്കിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. നിലവിൽ ഈ അമ്പലത്തിൽ നിന്നും അതുപോലെ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് പ്രകാരം 2 ആനകൾ തമ്മിൽ പരസ്പരം കുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ് പീതാംബരനും ഗോകുലും. പീതാംബരൻ പിറകിൽ നിൽക്കുകയായിരുന്നു. ഗോകുൽ എന്ന ആനയെ ആദ്യമേ കുത്തി. ഗോകുൽ നേരെ പോയി ആ കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. അങ്ങനെ ആ കെട്ടിടം തകർന്നു വീണു എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ് പരിക്കേറ്റ ആളുകൾ അതിനടിയിൽ പെട്ടുപോയി എന്നൊക്കെയാണ്. ഏതായാലും ആനയുടെ ചവിട്ട് കൊണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആളുകളും ഒക്കെ തന്നെ ഇന്നലെ തന്നെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം വനം വകുപ്പിന്റെ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം DFOയോടാണ് വനം മന്ത്രി റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാപ്പാന്മാരുടെ മൊഴി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു സംഭവം, അതായത് മോത്തി ആന നേരിട്ട് ആളുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. അതിലൊരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. വനം വകുപ്പിന്റെ പരിശോധനയിൽ ഇതിലൊരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ADMന്റെ നേതൃത്വത്തിൽ രാത്രി തന്നെ സ്ഥലത്തേക്ക് വന്ന് പരിശോധനയും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാഥമികമായ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം പോലീസും പരിശോധന നടത്തുന്നുണ്ട്. സമയത്തുണ്ടായിരുന്നല്ലോ ഇവിടെ ആന നേരിട്ട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ആന അതിന്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ആൾക്കാർക്ക് പരിക്കുപറ്റിയതാണ്. ഒരു ആന മുന്നിലുണ്ടായിരുന്ന ആന തിരിച്ച് ബേക്കിൽ തന്നെ കുത്തി തിരിഞ്ഞപ്പം, അപ്പം ആ ബേക്കിലുള്ള ആന കുറേ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് ആ കെട്ടിടമെല്ലാം പൊളിഞ്ഞു വീണത്. കെട്ടിടമെല്ലാം പൊളിഞ്ഞു വീണിട്ട് കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം 2 ആനയും അവർ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. 2 ആളും തിരിഞ്ഞപ്പം 2 ആളും തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ആൾ പുറത്തേക്ക് ഓടി പോവുകയും ചെയ്തു. മൊബൈൽ ഫോണിലെടുത്ത വീഡിയോ കാണുമ്പോൾ ആനകളുടെ ഇടയിലൊക്കെ ആയിട്ട് ആളുകൾ വീണ് കിടക്കുന്നതാണ്. അവരെ ചവിട്ടിയിട്ടുണ്ടോ? ചവിട്ടുകൊണ്ടിട്ടുണ്ടാവാനാണ് ചാൻസ്. കാരണം നമ്മൾ ഒത്തിരി അടുത്തല്ലായിരുന്നു, കുറച്ച് ദൂരത്തേ ഉണ്ടായിരുന്നത്. എന്തായാലും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ മരിച്ച ആൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ നടുവിൽ കുടുങ്ങിയ ആളാണെന്ന് തോന്നുന്നു. ആണുങ്ങൾ, പെണ്ണുങ്ങൾ അവിടെ ഇരുന്നിരുന്നതാണ്. അവിടെ കസാലിട്ടിരിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ അതിൽപ്പെട്ട ആൾക്കാരാണ് പെണ്ണുങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ആനയായിട്ടൊന്നും ആരും ചെയ്തില്ല. അതുപോലെ പോകുന്ന വഴിക്കും ആനയും ഉപദ്രവിച്ചില്ല. നേരെ ഓടിപ്പോയി എന്നല്ലാണ്ട് പിന്നെ തളയ്ക്കുകയും ചെയ്തു. അല്ലാണ്ട് വേറെ ഒന്നും ആന മതം പൊട്ടിയതല്ല. എന്തായാലും ഈ ഒരു പ്രശ്നമാണ്. ഓടുന്നതിനിടയിൽ ചവിട്ടുകൊണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഓടുന്നതിനിടയിലൊന്നും പറ്റില്ല. ഈ ഇവിടുന്ന് സംഭവിച്ച സമയത്ത് മാത്രമേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞ് തിക്കിലും തിരക്കിലും പെട്ടാണ് 3 പേർക്ക് ജീവഹാനി സംഭവിച്ചത്. 10-ലേറെ പേർക്ക്, 14 പേർക്ക്
പരിക്കേറ്റിട്ടുണ്ട്. ഇവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷഹീദും രാഹുൽ കെ വിയും നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തതയിലേക്ക് നമുക്ക് ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ്. കാരണം അപകടം എങ്ങനെയാണ് സംഭവിച്ചത്, ഏതെങ്കിലും തരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വനം മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.